ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 122/2024 ചോദിച്ച ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. ഈ മുൻവർഷ ചോദ്യപേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിച്ച് നമുക്ക് ഏതൊരു എക്സാമിനും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ടെലഗ്രാമിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് PYQ പഠിച്ച് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിച്ച് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഒരു ചെറിയ ഫീസിലാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഓരോ ദിവസവും ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നമുക്ക് ഓരോ ദിവസം പഠിക്കാൻ കഴിയും. വേണ്ടവർക്കതിൽ ജോയിൻ ചെയ്യാം. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. താഴെ പറയുന്ന ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത് ടി സുനന്ദാമ്മ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വന്ദേ മാതരം എന്ന് വെച്ചാൽ അതേപോലെ 2-3 പ്രസിദ്ധീകരണങ്ങൾ സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ. സംവാദ് കൗമുദി മിറാത്തുൽ അക്ബറും ആരുടെ നേതൃത്വത്തിലാണ്? രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിലാണ്. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ. പ്രബുദ്ധ ഭാരതും ഉദ്ബോധനം നേതൃത്വം നൽകിയത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ ഇവ മഹാത്മാഗാന്ധിയുടേതാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. അപ്പോൾ സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ, രാജാറാം മോഹൻ റോയി, പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ, യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, മഹാത്മാഗാന്ധി, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിന് അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. അപ്പോൾ തോമസ് പെയിൻ പറഞ്ഞത് എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പ്രഖ്യാപിച്ചതാണ് തോമസ് പെയിൻ. അതേപോലെ തന്നെ തോമസ് പെയിൻ പറഞ്ഞതാണ്, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞതും തോമസ് പെയിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൺയാൻസന്റെ തത്വങ്ങൾ. സൺയാൻസന്റെ തത്വങ്ങൾ ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസമാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം ഇത് മൂന്നും സൺയാൻസന്റെ തത്വങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, UN ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? UN ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? 193. ഡി ആണ് ആൻസർ, 193. ഇന്ത്യ UN-ൽ ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30-നാണ്. അപ്പോൾ ഇന്ത്യ UN-ൽ ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30-നാണ്. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണാക്കോ ആണ്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. അപ്പോൾ കറുപ്പ് യുദ്ധം നടന്നത് ചൈനയും ബ്രിട്ടനും തമ്മിലാണ്. ഒന്നാം കറുപ്പ് യുദ്ധം നടന്ന വർഷം 1839 1842-ലാണ്. അപ്പം ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി നാങ്കിങ് ഉടമ്പടിയാണ്. കറുപ്പ് യുദ്ധം നടന്നത് ചൈനയും ബ്രിട്ടനും തമ്മിലാണ്. കറുപ്പ് യുദ്ധം നടന്ന വർഷം 1839 1842 വരെയാണ്. നാങ്കിങ് ഉടമ്പടി പ്രകാരം ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ചു. രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത് 1856 60-ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡിന് ആൻസർ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നും അറിയപ്പെടുന്നു. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡിനെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നും അറിയപ്പെടുന്നു.
അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖലകളാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാകുന്നത് എന്താണ്? പെരിഹീലിയൻ എന്നതുകൊണ്ട് എന്താണ് മനസ്സിലാവുന്നത്? ആൻസർ എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നത്. ആൻസർ എ ആണ്. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നതിനെയാണ് പെരിഹീലിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെരിഹീലിയൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം. നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് എന്ത്? ആർദ്രത. നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആർദ്രത. അടുത്ത ക്വസ്റ്റ്യൻ, റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസറിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനമാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, ഹൈദരാബാദ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. അപ്പം ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് കാക്കിനട, പുതുച്ചേരി. അപ്പോൾ ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? കാക്കിനട, പുതുച്ചേരിയെ ബന്ധിപ്പിക്കുന്നതാണ് ഏത് എന്ന് പറയുന്നത്? NW4 എന്ന് പറയുന്നത്. NW4 സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി കൃഷ്ണ നദിയിലാണ്. അപ്പോൾ ദേശീയ ജലപാത 1 എവിടെ മുതൽ ബന്ധിപ്പിക്കുന്നു? അലഹബാദ്, ഹാൽഡിയ. ദേശീയ ജലപാത 1 അലഹബാദ്, ഹാൽഡിയ. ദേശീയ ജലപാത 2 സാദിയ ധൂബ്രി വരെയാണ് ഏത്? ദേശീയ ജലപാത 2. ദേശീയ ജലപാത 3 കൊല്ലം, കോഴിക്കോട് ആണ്. ദേശീയ ജലപാത 3 കൊല്ലം, കോഴിക്കോട്. ദേശീയ ജലപാത 4 കാക്കിനട, പുതുച്ചേരി. ദേശീയ ജലപാത 5 തൽച്ചർ, ധാംറെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ്. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശീയ കോണീയ അളവാണ് എത്ര? 66.5 ഡിഗ്രി. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് 66 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബതലത്തിൽ നിന്നുള്ള ചരിവാണ് എത്ര എന്ന് പറയുന്നത്? 23.5 ഡിഗ്രി. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബതലത്തിൽ നിന്നുള്ള ചരിവ് 23.5 ഡിഗ്രി. ഭൂമിയുടെ കേന്ദ്രഭാഗത്തോടു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡാണ് അച്ചുതണ്ട്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തോടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡാണ് അച്ചുതണ്ട്. പരിക്രമണ വേളയിലുടനീളം ഭൂമി അച്ചുതണ്ടിൻ്റെ 23 ഡിഗ്രി ചരിവ് നിലനിർത്തുന്നതാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSOSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതാണ്? ആൻസർ ദേശീയ കുടുംബാരോഗ്യ സർവേ, C ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ NSSO എന്ന് വെച്ചാൽ സാമൂഹ്യ സാമ്പത്തിക സർവേകൾ കൃത്യമായി നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. സ്ഥാപിതമായ വർഷം 1950 ആണ്. 4 ഘടകങ്ങളുണ്ട് NSSOയ്ക്ക്. ഏതൊക്കെയാണ്? സർവേ, ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ, ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷന്, സർവേ കോർഡിനേഷൻ ഡിവിഷൻ. NSOയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന ജേണൽ എന്ന് പറയുന്നത് സർവേഷനെ ആണ്. അപ്പോൾ NSSO സ്ഥാപിതമായത് 1950 4 ഘടകങ്ങളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഉദാരവൽക്കരണ നയത്തിൻ്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കരണങ്ങളാണ് ഏതൊക്കെ? വ്യവസായിക, ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. എന്താണ്?
ഉദാരവൽക്കരണ നയത്തിൻ്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര കാലയളവിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്? ആൻസർ, 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അപ്പോൾ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? 1ാം പഞ്ചവത്സര പദ്ധതി. അതേപോലെ തന്നെ 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആണ് NCERT സ്ഥാപിതമായത്. കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി താഷ്കന്റ് കരാർ ഒപ്പുവെച്ചതൊക്കെ 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതാണ്? ഗ്രാമതലത്തെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നത് എന്താണ്? നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്നത് എന്തൊക്കെയാണ്? മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. നീതി ആയോഗ് എന്ന് പറയുന്ന പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് എന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ആൻസർ ഏതാണ്? ഡി ആണ്, ബാങ്ക് ഓഫ് ബറോഡ. അപ്പോൾ ആസ്തിയുടെ അടിസ്ഥാനത്തിൽ 2ാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായത് എന്നാണ്? 1908 ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായത്. ആസ്ഥാനം വഡോദരയാണ്. അതായത് ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം വഡോദരയാണ്. 2019 ഏപ്രിൽ 1 വിജയ ബാങ്കും ദേനാ ബാങ്കും എന്നിവ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിച്ചു. അപ്പോൾ എന്നാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ വിജയ ബാങ്കും ദേനാ ബാങ്കും ലയിച്ചത്? 2019 ഏപ്രിൽ 1. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്കിംഗ് ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യൻ നിർമ്മാണ മേഖലയെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. എന്താണ് ആൻസർ? ആൻസർ എ, ഇന്ത്യൻ നിർമ്മാണ മേഖലയെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയാണ് മേക്കിംഗ് ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവൃത്തികളിൽ ഒന്നാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതി. എന്താണ്? 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് എന്ത് എന്നാണ് ചോദിച്ചത്. ആൻസർ ഏതാണ്? ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ അപ്പുറമുള്ള സമുദ്രമേഖലയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആ രാജ്യത്തിൻ്റെ കരമേഖല, ആ രാജ്യത്തിൻ്റെ വായുമേഖല, ആ രാജ്യത്തിൻ്റെ തീരപ്രദേശം. ഇത് 3ഉം ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തെ ഉൾപ്പെടുത്താനാവാത്തത് എന്താണ്? ജനാധിപത്യമാണ്. അപ്പം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ് ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം. അടുത്ത ക്വസ്റ്റ്യന്, താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശം എന്ന ഗണത്തിൽ പെടുന്നത്?
രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഡി ആണ്. 1, 2, 4. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം ഏത് വിഭാഗത്തിലാണ് വരുന്നത്? കാര്യനിർവഹണ വിഭാഗത്തിലാണ് വരുന്നത്. ഗവൺമെന്റിന്റെ പ്രധാന 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ആൻസർ സി ആണ്. 2, 3, 4 ആണ് തെറ്റായിട്ടുള്ളത്. രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു എന്നത് ശരിയാണ്. അപ്പം ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് ഏത് എന്ന് പറയുന്നത്? രാജ്യസഭ. രാജ്യസഭയുടെ മറ്റു പേരുകളാണ് സെക്കൻഡ് ചേംബർ, ഹൗസ് ഓഫ് ദ ഇൻഡേഴ്സ് ആൻഡ് കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്. ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രീവിയസിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്? 80-ാം അനുച്ഛേദം. രാജ്യസഭയുടെ കാലാവധി എന്ന് വെച്ചാൽ കാലാവധി ഇല്ല. രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് എന്തെന്ന് പറയുന്നത്? രാജ്യസഭ. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗങ്ങളെ 6 വർഷത്തേക്കാണ് എന്തെന്ന് പറയുന്നത് കാലാവധി എന്ന് പറയുന്നത്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ് ഏത് വിഭാഗത്തിൽ പെട്ട മന്ത്രിയായിരുന്നു? സഹമന്ത്രിയായിരുന്നു. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ളത് ഏത് എന്ന് വെച്ചാൽ ആൻസർ സി ആണ്. 1, 3 ആണ്. ജസ്റ്റിസ് ഹരിലാൽ കെ കനി ആയിരുന്നു സുപ്രീം കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. അപ്പോൾ ജസ്റ്റിസ് ഹരിലാൽ കെ കനി ആയിരുന്നു സുപ്രീം കോടതി ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 124. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജാനുവരി 28. 1950 ജാനുവരി 28. അടുത്ത ക്വസ്റ്റ്യൻ, ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ തുടക്കമിട്ട ടെലിമെഡിസിൻ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഈ സഞ്ജീവനി എന്ന് പറയുന്നത്. രാജ്യത്ത് 2ാം സ്ഥാനത്തുള്ള ടെലിമെഡിസിൻ സംവിധാനമാണ് ഈ സഞ്ജീവനി. കോവിഡ് കാലത്ത് വീട്ടിൽ നിന്ന് സൗജന്യമായി ഡോക്ടറിനെ കണ്ട് ചികിത്സ തേടാനുള്ള പദ്ധതിയാണ് ഇത്. അതേപോലെ തന്നെ രാജ്യത്ത് 1ാം സ്ഥാനത്തുള്ള ടെലിമെഡിസിൻ സംവിധാനമാണ് ആന്ധ്രാപ്രദേശ് ടെലിമെഡിസിൻ സംവിധാനം എന്ന് പറയുന്നത്. ഈ സഞ്ജീവനി പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ഓപ്ഷനിലില്ല ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഞ്ജീവനി പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശ്. എന്താണ് ഈ സഞ്ജീവനി പദ്ധതി? കോവിഡ് കാലത്ത് വീട്ടിൽ നിന്ന് സൗജന്യമായ ഡോക്ടറിനെ കണ്ട് ചികിത്സ തേടാനുള്ള പദ്ധതിയാണ് ഈ സഞ്ജീവനി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നത് ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് പ്രതിമാസ ധനസഹായം ലഭിച്ചത് എന്ന് ചോദിച്ച ജനനി ജന്മരക്ഷയാണ്. ജനനി ജന്മരക്ഷ പദ്ധതി ആണ്.
അപ്പോൾ ജനനി ജന്മരക്ഷാ പദ്ധതി എന്ന് വെച്ചാൽ കേരളത്തിലെ പട്ടികവർഗ്ഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. ഇത് ആരംഭിച്ചത് എന്ന് വെച്ചാൽ 2013 ജൂൺ മുതലാണ്. ഗർഭിണിയായ 3-ാം മാസം മുതൽ 1000 രൂപ പ്രതിമായ പെൻഷൻ നൽകുന്ന ജനനി ജന്മരക്ഷാ പദ്ധതി പ്രസവശേഷം 1 വർഷം വരെ ആനുകൂല്യം ലഭിക്കും. അതേകൂട്ട് തന്നെ ഇതിന് നിർഭയ പദ്ധതിയുണ്ട്. എന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി എന്ന് പറയുന്നത്. അതേകൂട്ട് തന്നെ സ്വാസ്ഥ്യം പദ്ധതി എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് താഴെ പ്രായമുള്ളവർ കോവിഡിനെതിരെയുള്ള താഴെ പറയുന്ന ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗ്ഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരം നൽകുന്നത്? ഏത് പദ്ധതിയാണ്? ആൻസർ എന്ന് പറയുന്നത് ജനനി ജന്മരക്ഷ. കല്ലേൽ പൂക്കുടയും പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് കണ്ടൽ കാടുകളുടെ സംരക്ഷണമാണ്. അപ്പോൾ കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയനാണ് കല്ലേൽ പൂക്കുടൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. ഇതൊരു PYQ ആണ്. ഇനി പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് കേരള വനം വകുപ്പിൻ്റെ പ്രഥമ വനമിത്ര പുരസ്കാരം, PV തമ്പി സ്മാരക പുരസ്കാരം ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആൻസർ എന്ന് വെച്ചാൽ പിണറായി വിജയൻ. അതായത് എപ്പോഴും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് റവന്യൂ മന്ത്രി ആയിരിക്കും.